ഹലോ, ഞങ്ങൾ എങ്ങാണ്ട പോണേന്നറിയോ? ഇന്ന് ഞങ്ങളെല്ലാം കൂടി പുറത്തു പോവാ. അതും പെരുമ്പാവൂര്. അവിടെ ഒരു ഇതുണ്ടല്ലോ, വെള്ളച്ചാട്ടമൊക്കെ. ഞങ്ങൾ അവിടെ പോണേ. അപ്പൊ കുറച്ച് ദിവസമായി പോവാനായിട്ട് ഓർക്കണം. പക്ഷെ ഇന്നാണ് സമയം കിട്ടിയ. അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് പോവാ. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മുളന്തുരുത്തിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ എന്തോ ഉണ്ട് പെരുമ്പാവൂർക്ക്. അപ്പൊ ഞങ്ങള് ആദ്യം തന്നെ പോയി പമ്പിൽ പോയി പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോണേ. വണ്ടിയിൽ ഒരു സാധനം ഇല്ല. അപ്പൊ പമ്പിയിലേക്ക് കയറി പെട്രോളൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇപ്പൊ ഞങ്ങൾ ചോറ്റാനിക്കര എത്തിയിട്ടോ. പോണ വഴി അതുങ്ങ എവിടെ പോവെന്ന് ചോദിച്ചിട്ടിരിക്കുക. അപ്പൊ രണ്ടുപേരും ഇഷ്ടങ്ങൾ പറയുന്നത് നമുക്ക് പാർക്കിൽ പോവാം, നമുക്ക് സൂപ്പർമാൻ്റെ പാർക്കിൽ പോവാം, ഇരുമ്പനത്ത് പോവാം, അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അവിടെയൊന്നും അല്ല പോണേ, വേറെ സ്ഥലത്താണ്. ഇതെനിക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് അങ്ങ് തന്നെ പോവാന്ന് ഓർത്തത്. പിള്ളേരെയും കൂടെ ഒക്കെ പോകുമ്പോൾ നോക്കണം കേട്ടോ. അവിടെ ഇച്ചിരി ഡേഞ്ചറായിട്ടുള്ള സ്ഥലം. ഇങ്ങനെ പാറകൾക്കിടയിൽ വലിയ കുഴി പോലെ ഉണ്ടാവും. അത് നല്ല ആഴമുള്ള കുഴികളൊക്കെ കേട്ടോ. പണ്ട് എൻ്റെ ഒരു കസിനൊക്കെ അവിടെ പോയി മരിച്ചതാണ്. അപ്പം അതുകൊണ്ട് ഇവരെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ നല്ലോണം നോക്കണം. അത് ഞങ്ങൾ ഇത്രയും നാളും പോവാഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരുവിധ അനുസരണമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പോണത്. പിന്നെ ഇവർക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളതാ അങ്ങോട്ട് തന്നെ പോകാമെന്ന് ഓർത്തത്. ഉച്ച വന്നപ്പോൾ കണ്ണന് ഉറക്കം കേട്ടോ. കണ്ണന് നല്ലോണം ഉറക്കം വരുന്നത്. സാധാ അവനിങ്ങനെ ഉറങ്ങാത്തത്. പക്ഷെ എന്ത് പറ്റിയാവും. അപ്പം ഞങ്ങൾക്ക് പേടി ഇനി വല്ല പനിക്കണുണ്ടോ എന്നൊക്കെ ഓർത്ത്. അപ്പം പനിയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ എത്താറായിട്ടോ. ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ആയിട്ടോ പോണ വഴിയൊക്കെ. ഇത്രയും നേരം നല്ല ചൂടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 10 മണിയൊക്കെ ആയതുകൊണ്ട് നല്ല വെയിലായിരുന്നു. നല്ല വെയിലടിച്ചിട്ട് വണ്ടിയിൽ ഇരിക്കാനേ പറ്റണ്ടല്ലോ. പക്ഷെ ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നല്ല ചൂടൊക്കെ മാറി നല്ല തണലായിട്ടോ. ഫോറസ്റ്റ് ഏരിയ ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. അപ്പോൾ എത്തിയപ്പോൾ തന്നെ ഇവരവിടെ അതിൻ്റെ വാതിക്കൽ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിട്ട് കയറുന്നത്. അങ്ങോട്ട് കയറിയപ്പോൾ കണ്ണപ്പം പറഞ്ഞു എനിക്ക് അതിൻ്റെ മേലിൽ കൂടി നടക്കണം. പിന്നെ ഞങ്ങൾ ഒരു കണക്കിന് സമാധാനിപ്പിച്ച് അതിലൊന്ന് കയറ്റി ഇരുത്തി. അപ്പോൾ പിന്നെ അവന് സമാധാനമായി. പിന്നെ അവൻ നടന്നോളാന്ന് പറഞ്ഞു. പിന്നെ അവൻ നടക്കാൻ തുടങ്ങി. കുറച്ച് നടക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് വഴിയുണ്ട്. അപ്പോൾ അവൻ ഓടി നടക്കുക. അപ്പോൾ ഞങ്ങൾ പയ്യെ നടക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അപ്പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ തുടങ്ങി. എൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കലൊക്കെ നടക്കണ്ടായി, വീഡിയോ എടുക്കും. അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആന ഇറങ്ങണ സ്ഥലമെന്നൊക്കെ. അപ്പം ഞങ്ങൾ പയ്യെ നടക്കുവാണ്. അപ്പോൾ അവിടെയൊക്കെ ചീമൂടില്ലേ, ചീമൂടിൻ്റെ ഒച്ച നല്ലോണം കേൾക്കാട്ടാ. ഫുൾ ടൈം ചീമൂടിൻ്റെ ഒച്ചേ. പക്ഷെ കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിയൊക്കെ കണ്ടപ്പോൾ ഞാൻ സഞ്ജനോട് പറഞ്ഞു ഞാൻ അതിൽ കയറി കുറച്ച് വീഡിയോസ് എടുത്തുക, നമുക്ക് റീലിടാമെന്ന്. അപ്പം ഞാൻ അതിട്ട് വലിഞ്ഞ് കയറുക കേട്ടോ. അതിൻ്റെ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. മേലിലെ വള്ളിയിൽ മുള്ളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ നോക്കി പിടിച്ചാൽ കയറണം. പിന്നെ ഞാൻ അതിൽ